നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അറബി ദിസ് വീക്കിൽ ഇത്തവണ ആദ്യം പ്രവാസ ലോകത്തെ ഓണക്കാഴ്ചകളാണ്. പ്രവാസ ലോകത്തെ ഓണക്കാഴ്ചകൾ എന്നാൽ തിരുവോണ ദിവസം മുതൽ അടുത്ത ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അത്തം മുതൽ തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ തിരുവോണ ദിനവും കടന്ന് ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് പ്രവാസ ലോകത്തെ ഓണാഘോഷങ്ങളുടെ പ്രധാന പ്രത്യേകത. ഇത്തവണ തിരുവോണ ദിവസം അവധി ദിനത്തിലെത്തിയതിനാൽ യുഎഇയിൽ ഈ വർഷത്തെ ഓണത്തിന് മാറ്റേറെയായിരുന്നു. ഉത്രാട ദിനം മുതൽ തന്നെ യുഎഇയിലെ വിവിധയിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും തിരക്ക് തുടങ്ങി. പാചകം എളുപ്പമാക്കാൻ പല വലിപ്പത്തിലുള്ള പച്ചക്കറി കിറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ സുലഭമായി. സാമ്പാർ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ തുടങ്ങി 4 കൂട്ടം പായസം വരെ ഉൾപ്പെടുത്തിയ കലക്കൻ സദ്യയായിരുന്നു ഹോട്ടലുകളിലടക്കം സജ്ജമാക്കിയിരുന്നത്. സദ്യയുടെ ബുക്കിംഗ് പല ഹോട്ടലുകളിലും നേരത്തെ തന്നെ ആരംഭിച്ചു. പാഴ്സലുകൾക്കായിരുന്നു ഡിമാൻഡ്. അതിനാൽ തന്നെ പാക്കിങ്ങിലടക്കം പുതുമ കൊണ്ടുവരാനാണ് ഓരോ ഹോട്ടലുകളും ശ്രമിച്ചതും. ഉണ്ണാനുള്ള ഇലയടക്കമാണ് സദ്യ കൈകളിലെത്തുക. നാട്ടിലെ രുചി കൃത്യമായി നൽകാൻ നാട്ടിൽ നിന്ന് പാചകക്കാരെ എത്തിച്ച് പാചകം കെങ്കേമമാക്കുന്ന ഹോട്ടലുകളും നിരവധിയായിരുന്നു. ലുലു ഉൾപ്പെടെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഓണച്ചന്തയടക്കം ഒരുക്കിയാണ് വ്യത്യസ്തമായത്. പഴയുടെ മോഹൻ നമ്പൂതിരി ഒരുക്കിയ 25 വിഭവങ്ങളടങ്ങിയ ഓണസദ്യയായിരുന്നു ലുലുവിൻ്റെ ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം പ്രത്യേക പായസമേളയും ലുലുവിൽ ഒരുക്കിയിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ യുഎഇയിലത്തെ 30ാമത്തെ വർഷത്തെ ഓണമാണ്. എപ്പോഴും നാട്ടിലെക്കാട്ടും ഒരുപാട് ഭീകരമായിട്ട് ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. ഓണം നാട്ടിലേക്കാളും ഗംഭീരമാണ് ഇവിടെ. കുടുംബമായി താമസിക്കുന്നവർ സുഹൃത്തുക്കളെ ക്ഷണിച്ചും ഒരുമിച്ച് ഓണമുണ്ടുമാണ് ആഘോഷം ഗംഭീരമാക്കിയത്. രാവിലെ തുടങ്ങി ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ പിന്നെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം പൂക്കളം ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ തുടങ്ങി. മൈ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. ഞങ്ങൾ തുടങ്ങി, എല്ലാവരും പൂക്കളിടാൻ തുടങ്ങി. അതിരാവിലെ പോയി പൂക്കൾ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ വന്ന് പൂക്കളിടുകയാണ് ചെയ്യുന്നത്. ഇത് ആരുടെയാണ്? ഈ ഡിസൈൻ ആരുടെയാണ്? ഡിസൈൻ നമ്മളെല്ലാം ഒരു കോമൺ ആയിട്ട് എടുത്തു. നേരത്തെ തീരുമാനിച്ചതാണോ ഈ ഡിസൈൻ? നമ്മൾ ആദ്യമേ ഓണം ആകുമ്പോഴത്തേനും തീരുമാനിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻസ്, പൂ എവിടുന്ന് വാങ്ങണം, എന്ത് ഡിസൈൻസ്. അതാണല്ലോ നമ്മുടെ ഓണത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. എത്ര വർഷമായി യുഎഇയിൽ ഓണം? ഞാൻ ഓൾമോസ്റ്റ് ഒരു 16 വർഷമായി. പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ആഘോഷമാണല്ലോ ഈ ഓണം. നാട്ടിലെത്താനായില്ല എങ്കിലും ഓരോരുത്തരും ഇവിടെ പൂക്കളമിട്ട് ആഘോഷിച്ചു. പൂക്കളുടെ വിപണി അത്തം നാൾ മുതൽ തന്നെ ഉണർന്നിരുന്നു. യുഎഇയിലെ വിപണികളിൽ കൂടുതൽ പൂക്കളെത്തിയത് ഇത്തവണയും കന്യാകുമാരി ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു. കേരളത്തിലെ പൂക്കുട എന്നറിയപ്പെടുന്ന തോവാളയിൽ നിന്നും കൂടാതെ ഹോളണ്ട്, മെക്സിക്കോ, ബ്രസീൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം യുഎഇയിലേക്ക് പൂക്കൾ കൊണ്ടുവരുന്നുണ്ട്. ജമന്തി, അരളി, വാടാർമല്ലി, ചെണ്ടുമല്ലി തുടങ്ങിയ പൂവുകൾക്കായിരുന്നു ഓണത്തിന് കൂടുതൽ ആവശ്യക്കാരും. തിരുവോണ ദിനത്തിൽ വിവിധ ഓഫീസുകളിലും ഓണാഘോഷ പരിപാടികൾ നടന്നിരുന്നു. മലയാളികൾക്ക് പുറമെ മറ്റ് രാജ്യക്കാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വടംവലിയും പൂക്കളമിട്ടും ഒരുമിച്ച് സദ്യ കഴിച്ചും ഓരോരുത്തരും ഓണം കെങ്കേമമാക്കി. ഓണം കേരളീയൻ എവിടെയാണെങ്കിലും ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മ നഷ്ടപ്പെടാത്ത ഒരു സങ്കല്പമാണോ ഓണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയും സങ്കല്പവും തന്നെയാണ്.
അതിലേക്ക് ഈ പ്രവാസ കാലഘട്ടത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് തിരിച്ചു പിടിക്കേണ്ടത്. നമ്മുടെ കളർഫുള്ളായ ഈ ഓണക്കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്ന ആ സംസ്കാരമാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു വലിയ പ്രതീക്ഷയും വലിയ ഒരു സങ്കല്പവും ആവട്ടെ ഈ ഓണക്കാലം എന്ന് നമുക്ക് ആശംസിക്കാം. വളരെ സന്തോഷകരമായ ഒരു അവസരമായിരുന്നു. കുടുംബമായിട്ട് നമ്മൾ ഈ മണലാരണ്യത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ ഇത്രയും ആൾക്കാരോടൊപ്പം ഇരുന്ന് ഒരു ഓണപ്പരിപാടി അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആരും ഇവിടെ വ്യത്യസ്തരായിട്ട് കാണുന്നില്ല. എല്ലാവരും ഒരു ഫാമിലി, ഒരു കുടുംബം, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ എല്ലാവരും ഇടപെട്ടത്. വളരെ നല്ലതായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ട്രഡീഷനെയും നമ്മളുടെ വേരുകളെയും ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുന്ന വിധം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കണ്ണൂർ സ്വദേശി ഗഫൂർ ഷാസ്. ദുബായിൽ ബിസിനസ് നടത്തുന്ന ഗഫൂർ ഷാസിന് ബിസിനസ് തിരക്കുകൾ ഒരു ഭാഗത്ത് ഏറെ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറക്കാത്ത, തെറ്റിക്കാത്ത ഒരു ശീലമുണ്ട്: നല്ല ഓണപ്പാട്ടുകൾ പുറത്തിറക്കുക. ഒന്നും രണ്ടുമല്ല, 20 വർഷമായി ഇദ്ദേഹം ഈ പതിവ് തുടങ്ങിയിട്ട്. പാട്ടിന്റെ സംഗീതവും ഓർക്കസ്ട്രേഷനും ഉൾപ്പെടെ എല്ലാം ഗഫൂർ ഷാസ് തന്നെ നിർവഹിക്കും. തന്റെ വീടിനോട് ചേർന്നൊരു സ്റ്റുഡിയോ തന്നെ പണിതാണ് ഗഫൂർ ഷാസ് നല്ല മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ ഇറക്കുന്നത്. ഇത്തവണയും അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ജന്മനാടിനോടുള്ള സ്നേഹമാണ് ഈ ഗാനങ്ങൾക്ക് പുറകിൽ. ഇത്തവണത്തെ പാട്ടിന്റെ ദൃശ്യാവിഷ്കാരത്തിലും വ്യത്യസ്തതയുണ്ട്. നാടിന്റെ മനോഹര ദൃശ്യങ്ങൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൃഷ്ടിച്ചതാണ് എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ ഗാനത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓരോരോ പൂവും നുള്ളി ഓണപ്പാട്ടിൻ നീരടി മൂളി ഓർമ്മിക്കാൻ എന്തൊരു ചേലാണ് ഓണക്കാലം. ഓരോരോ പൂവും നുള്ളി ഓണപ്പാട്ടിൻ നീരടി മൂളി ഓർമ്മിക്കാൻ എന്തൊരു ചേലാണ് ഓണക്കാലം. നാവേറിൻ നന്തുണി മീട്ടി നാവാമണലോരം താണ്ടി നാണിച്ചു വരുന്നൊരു പെണ്ണായി നമ്മുടെ മലയാളം. കണിക്കാവിലെ ആൽമരമേലൊരു കുയിൽ പാടുന്നു, കുറുമ്പുള്ളൊരു കുറുവാലി കന്നീറ്റു പാടുന്നു. കാണ്ടാമ്പര പൂകൾ ചൂടിയ മൂവന്തി പെണ്ണിൻ അകയാടകൾ ഉലയുന്നുണ്ടീ നാടക്കാട്ടിൽ. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് AI ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുകയും അതിന് കുട്ടികൾക്ക് അത് എങ്ങനെ ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോകാനെക്കുറിച്ച് അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് ഞാൻ ചില ആനിമേഷൻസ്, കുട്ടികളുടെ കഥകൾ ചെയ്തു തുടങ്ങി. അത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടി തുടങ്ങി. അപ്പം ഇത് വീണ്ടും AIയുടെ അടുത്ത ലെവൽ എങ്ങനെയുണ്ട്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നോക്കി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓണപ്പാട്ടിനെക്കുറിച്ച് ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഒരു പ്രവാസി കുടുംബം നാട്ടിലേക്ക് പോകുന്നതും അവരവിടുത്തെ ഓണക്കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതുമായ ആ രംഗങ്ങൾ കോർത്തിണക്കി ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ ഓണപ്പാട്ടിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തതയാണ് മറ്റുള്ള വീഡിയോ AIയിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ വരും തലമുറകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള തലമുറകൾക്ക് AIയുടെ സാധ്യത എത്രത്തോളം ഉണ്ട്, ഒരു ഫിലിം മേക്കിങ്ങിലായാലും ശരി, ഒരു സ്റ്റോറി ബേസ് ആയാലും ശരി, ഒരു ആൽബം, വീഡിയോ ആൽബത്തിലായാലും AIയുടെ സാങ്കേതിക സഹായം നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. തിരക്കിട്ട ജോലിക്കിടയിൽ ജന്മനാടിന്റെ ഓർമ്മകളെ ഇത്തരത്തിൽ പാട്ടുകളായി പുറത്തിറക്കുന്നത് പുതുതലമുറയെ നാടിന്റെ നന്മ നിറഞ്ഞ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കലാകാരന്മാർ.
ദുബായ് ഇന്ത്യ ക്ലബിൽ ബഹുരാഷ്ട്ര ഓണാഘോഷം അരങ്ങേറിയത് വിസ്മയമായി. മലയാളികളുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് വ്യത്യസ്തമായ ആഘോഷത്തിൽ ഭാഗമായത്. എമിറാത്തികൾ ഉൾപ്പെടെ 18-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ അവരുടെ തനത് പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഒരു ഓണം, ഒരു ആത്മാവ്, ഒരു കുടുംബം എന്ന പ്രമേയത്തിലായിരുന്നു ഈ ഓണവിരുന്ന് സംഘടിപ്പിച്ചത്. UAE, ഈജിപ്റ്റ്, അൾജീരിയ, കാനഡ, ഇന്ത്യ, സൗദി അറേബ്യ, ലെബനൻ, നേപ്പാൾ, ഫിലിപ്പീൻസ്, സുഡാൻ, സ്വീഡൻ, സിറിയ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഓരോരുത്തരും തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു ഈ ഒരു ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഇത്തവണത്തെ ഓണാഘോഷം കൂടുതൽ വ്യക്തിപരമായിരുന്നുവെന്നും അതിനൊപ്പം സ്വന്തം സംസ്കാരവും ആഘോഷിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്നും ഓരോരുത്തരും പറഞ്ഞു. 18-ൽ പരം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായ തനതായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യാലിറ്റി ആൻഡ് ദെയർ ഓൺ കൾച്ചറൽ പെർഫോമൻസ് ഫ്രം ദീസ് കൺട്രീസ്. ഇപ്രാവശ്യത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വി കിക്ക് സ്റ്റാർട്ടഡ് ദ ഓണം ടുഡേ മോർണിംഗ് ഫ്രം കൊച്ചി, അവർ ഓഫ് കൊച്ചിൻ ഓഫീസ്. Then it went to Hyderabad, then it went to Pune. Delhi has already celebrated. Now we are celebrating in Dubai. Idinishesham next is Riyadh office. Everything happening today. Idinishesham Cairo nishesham ഞങ്ങളുടെ ലണ്ടൻ ഓഫീസ്. ലണ്ടൻ ഓഫീസിലാണ് ഇന്നത്തെ എൻഡിങ് പ്രോഗ്രാം ഓഫ് ഓണം. I feel so happy because in Onam celebration everybody is presenting his culture and his country. It's so exciting. That's it. I visit also India before and I visit Kerala. It was very nice and I like the traditional experience, Indian experience. And their cultures and their traditions, so it's a very, very nice experience. മാവേലി ഇല്ലാതെ എന്തോണം? ഓണക്കാലമായാൽ പ്രവാസികളുടെ സ്വന്തം മാവേലിയാകുന്ന കണ്ണൂർ സ്വദേശിയാണിത്. പേര് ലിജിത്ത്. തെയ്യം, തിറ തുടങ്ങി കേരളത്തിലെ അനുഷ്ഠാന കലകളെ പ്രവാസി ലോകത്തെത്തിച്ച് വേദികളിൽ സജീവമായിരുന്ന ലിജിത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മാവേലിയുടെ വേഷമണിഞ്ഞത്. അന്ന് യാദൃച്ഛികമായിട്ടാണ് മാവേലിയുടെ വേഷമണിഞ്ഞതെങ്കിലും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് UAEയിൽ എവിടെ ഓണാഘോഷമുണ്ടെങ്കിലും ഈ ലിജിത്ത് മാവേലി റെഡി. അങ്ങനെ ഡിസംബർ വരെ ഫുൾ ബുക്കിംഗ് ആയി. ഇപ്പോൾ ഏകദേശം ഡിസംബർ എൻഡ് വരെയിൽ ഏകദേശം ബുക്കിംഗ് ഓൾറെഡി വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 64 പ്രോഗ്രാം 64 വേദിയിൽ പോകാൻ പറ്റി. വലിയ സന്തോഷം തന്നെയാണ്. വലിയ പ്രോഗ്രാമായിട്ട് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആയിട്ടും അതുപോലെ കൗൺസിലേറ്റിൻ്റെ ആയിട്ടും എല്ലാ പ്രോഗ്രാമും വിളിക്കാറുണ്ട്. ഇത് കിട്ടുമ്പോൾ എനിക്കൊരു അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മളെ സ്വീകരിക്കലും ആൾക്കാർ ആ ചെണ്ടമേളും താലപ്പൊലിയും അതുപോലെ കുട്ടികളും കാര്യങ്ങളും എല്ലാവരെയും കാണുമ്പോൾ അതിൽ നമുക്കും ഏറെ സന്തോഷമാണ്. മാവേലിയാകാനുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് എത്തിക്കാറാണ് പതിവ്. ഇതിനോടകം 1000-ഓളം ഓണാഘോഷ പരിപാടികളിൽ പ്രവാസികളുടെ സ്വന്തം മാവേലിയായി എത്തിയത് ലിജിത്താണ്.